എന്നെ സംബന്ധിച്ച് ഒരു ജീവിതം നല്ലൊരു സ്വർണ്ണത്തളികയിൽ വെച്ച് കയ്യിൽ കൊണ്ടു തന്ന ഒരു വലിയ മനുഷ്യസ്നേഹിയായിരുന്നു സുഖേട്ടൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചതിൻ്റെ ഗുണമായിരിക്കാം ആ ഒരു തരത്തിൽ ചിന്തിക്കാൻ പറ്റുന്നത്. പിന്നെ മനസ്സിലൊന്ന് പുറമേ സംസാരിക്കുന്നത് പറ്റില്ല. വീടൊക്കെ കഴുകലും പിടിക്കലൊക്കെ ഉണ്ടപ്പോൾ അമ്മ ചോദിക്കുന്നത് ഇത്രയൊക്കെ ശുദ്ധവൃത്തിയൊക്കെ ഉണ്ടോ തെക്കോട്ടൊക്കെ. അപ്പോൾ ഈ ജോലി കളഞ്ഞ ഓണം ആഘോഷിക്കാൻ വാ എന്ന് പറയുന്ന ഒരമ്മയല്ല ഞാനെന്നറിയാം. എങ്കിലും അവർക്കുള്ളിലുണ്ട്. ഇത് എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ട് സഹായിക്കാൻ പറ്റുമോ ഇമാതിരി നഷ്ടങ്ങൾക്ക്? ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്ത് കണ്ണു തുറക്കുമ്പോൾ ഇരുന്ന വീടുമില്ല, സ്ഥലവും ഇല്ല, ഒന്നുമില്ല. നേരം വെളുത്ത് പത്രങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ പലരും പറയും കുറച്ച് മീഡിയ എക്സാജറേറ്റ് ചെയ്ത് എഴുതും, കുറച്ച് അതിശയോക്തിയാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു പുകയുണ്ടെങ്കിലേ തീയുള്ളൂ, തീയുണ്ടെങ്കിലേ പുകയുള്ളൂ. എല്ലാവർക്കും ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. ചേച്ചിയുടെ ഓർമ്മയിൽ ഒരുപാട് സന്തോഷിക്കുകയും ഒരു കാത്തിരുന്ന ഒരു ഓണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയോടെ എന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും സന്തോഷം പകർന്നിട്ടുള്ള ഓണം എന്ന് പറയുന്ന ഒരു പക്ഷേ എൻ്റെ സുഖേട്ടനുമായിട്ടുള്ള ആദ്യത്തെ ഓണമായിരിക്കും. അപ്പോൾ അന്ന് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ മദ്രാസിലാണ് താമസം. വിവാഹം കഴിഞ്ഞിട്ട് ഒരു 5-6 മാസമായി. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. എന്ന് മാത്രമല്ല ഞാനൊരു അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്തയ്ക്കൊരു സ്ഥിരീകരണമുണ്ട്. ഡോക്ടറുമായിട്ടൊക്കെയുള്ള കൺസൾട്ടേഷനും മാസാമാസമുള്ള ചെക്കപ്പ്, ഇതെല്ലാം കൂടെ അദ്ദേഹമായിട്ടുള്ള ആദ്യത്തെ ഓണം എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാനായത്. കാരണം സുഖേട്ടനെ അറിയാവുന്നവർക്കറിയാം. പുള്ളി അങ്ങനെ ഒരു ഷോയിങ് എന്താ പറയുക, നമുക്കൊരു അയ്യോ ഭാര്യ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഷോ ഓഫൊക്കെ കാണിച്ചിട്ട് അതില്ല. പക്ഷേ ജീവിതത്തിൽ 2 പ്രാവശ്യം അദ്ദേഹം നേരിട്ട് പോയി തുണി വാങ്ങിച്ചുകൊണ്ട് വന്നൊരു സംഭവം. ഒന്ന് ആദ്യത്തെ ഓണത്തിനും, പിന്നൊന്ന് പൃഥ്വിരാജിൻ്റെ 28 കെട്ടിൻ്റെ, അതായത് 28 ഒരു നൂലുകെട്ടൊക്കെ ഉണ്ടായി നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട്. ഇത് രണ്ടും കാരണം അത് എൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു ഞാൻ 28. അപ്പോൾ ആദ്യത്തേന് അദ്ദേഹവും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. കൊച്ചുമോനെ പ്രസവിക്കുമ്പം അത് ഡേറ്റ് ആവുന്നേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരു ഷൂട്ടിംഗ് തീർത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പോയിട്ട് പെട്ടെന്നായിരുന്നു എനിക്ക് കുറച്ച് മുമ്പ് ഒരാഴ്ച മുമ്പ് പെട്ടെന്ന് എനിക്കൊരു ഇത് തുടങ്ങിയിട്ട് ഞാൻ കൊച്ചുമോൻ്റെ ഡെലിവറിയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പം അദ്ദേഹം ഓടി വന്നു. അത് കഴിഞ്ഞപ്പോൾ ആ ഷൂട്ടിംഗ് അവിടെ ഇട്ടിട്ടാണ് വന്നത്. പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് പോയിട്ട് പറഞ്ഞു ഞാൻ 28-ന് വരാം അമ്മേ എന്ന് പറഞ്ഞപ്പം അന്ന് അദ്ദേഹം ഇതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ ഒരു മകനുണ്ട് എടപ്പാളിൽ. അപ്പോൾ അവരുമായിട്ട് പോയിട്ട് ഒരു സാരി, അപ്പോൾ അത് പോട്ടെ, അത് പിന്നീട്. പക്ഷേ ആദ്യത്തെ ഓണത്തിന് എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മ സ്ഥിരമായിട്ട് മുണ്ട് നേരിതി എടുക്കുന്ന ഒരു കടയുണ്ട് തിരുവനന്തപുരത്ത്, കറാൾ കട. അതിപ്പോൾ ഇവിടെ കൊച്ചിയിലും എല്ലായിടത്തും തുടങ്ങിയെന്ന് തോന്നുന്നു. അന്ന് അതിൻ്റെ ഉടമസ്ഥരുമൊക്കെ ആയിട്ട് അമ്മയ്ക്ക് വലിയ അടുപ്പമാണ്. അമ്മയ്ക്ക് ഇത്ര നീളവും വീതിയുള്ള മുണ്ട് വേണം, ഇന്ന കര വേണം, കസവുരുണ്ടിരിക്കണം, ഇങ്ങനെ ഒരുപാടൊക്കെ അമ്മ പറയും. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം അവിടെ കാണും, അമ്മ പോയി എടുക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞ് എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പോയി. ആദ്യത്തെ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ പോയപ്പോൾ ഈ പറഞ്ഞതുപോലെ എവിടെ പോകുകയെന്ന് പറഞ്ഞ് ഇല്ല ഞാൻ പോകുമ്പോൾ അമ്മയെ ഞാൻ ഇറക്കാം അമ്പലത്തിൽ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. 2 പേരും കൂടെ ചെന്ന് എനിക്ക് നല്ല ഭയങ്കര ഒരു മുണ്ട് നേരിതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അന്ന് ഇതും കൂടെ ഉണ്ട്. ഞാനന്ന് ഇന്ദ്രനെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഗർഭിണിയാണെന്നൊക്കെ അറിഞ്ഞ് ഇപ്പം അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ അധികം വെളിയിൽ പോകാറില്ല, അമ്പലങ്ങളിൽ മാത്രമേ ഞാനും പോകാറുള്ളൂ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം അതാണ്, ഇത് നമ്മുടെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ അന്ന് ഓണത്തിന് വീട്ടിൽ വന്ന് ഈ എല്ലാ സദ്യയൊക്കെ ഉണ്ട്, 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഓണം മറക്കാനൊക്കത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഒരു ജീവിതം നല്ലൊരു സ്വർണ്ണത്തളികയിൽ വെച്ച് കയ്യിൽ കൊണ്ടു തന്ന ഒരു വലിയ മനുഷ്യസ്നേഹിയായിരുന്നു സുഖേട്ടൻ. ഇന്നും അദ്ദേഹത്തിൻ്റെ ആത്മാവും അദ്ദേഹത്തിൻ്റെ ഓരോന്നും ഞങ്ങളുടെ കൂടെ ഒരു ഭയങ്കരമായ സജീവ സാന്നിധ്യം അറിയിക്കുന്ന അത് ആ ആത്മാവിൻ്റെ ശക്തിയായിരിക്കാം. പലപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ പറയാറുണ്ട്, ഞാൻ മക്കളുടെ കാര്യം പറയുമ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഒരു മനസ്സിനകത്തൊരു ഇതാണ്, നമുക്കൊരു ബലമാണ്. അത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഞാൻ ഒരു പക്ഷേ പുറത്ത് ഞാൻ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി എല്ലാവർക്കും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് തമാശയും ചിരിയും കളിയൊക്കെ ആയിട്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ എൻ്റെ റൂമിൽ കയറി രാത്രി കിടക്കുന്നതിന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഓർമ്മിച്ച് ഓരോന്ന് പറയും. അത് കഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നേരം വിളക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഉത്തരം വലിയ കറക്റ്റായിരിക്കും. കാരണം വലിയ പെശകായിരിക്കത്തില്ല ആ ഉത്തരങ്ങൾ. അപ്പോൾ അതിൽ ഒരു പക്ഷേ എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചതിൻ്റെ ഗുണമായിരിക്കാം ആ ഒരു തരത്തിൽ ചിന്തിക്കാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം അതുപോലെ
പലപ്പോഴും എനിക്ക് ഈ മനസ്സിലൊന്ന് പുറമേ സംസാരിക്കുന്നത് പറ്റില്ല, എനിക്കത് പറ്റത്തേ ഇല്ല. അതുകൊണ്ട് ശത്രുക്കളും ഉണ്ടാവാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിച്ച തല്ലിക്കൊന്നാൽ അദ്ദേഹം കള്ളം പറയത്തില്ല, ഉള്ളതുപോലെ പറയും. പറയുന്നവരോട് പറയും, ഞാനിത് പറയുന്നവർ പക്ഷേ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കാം, പക്ഷേ അതാണ് സത്യം, നീ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്ന് പറയുന്ന പോലെ ഇപ്പം ഞാനും വിചാരിക്കും, ഇപ്പം നമ്മൾ ഈ ആരെ സുഖിപ്പിക്കാനാണ് ഇത്രയും കള്ളം പറയേണ്ടത്? നമ്മൾ സത്യം പറഞ്ഞാൽ ആ പറയുമ്പോൾ ഉള്ള 1-2 ദിവസത്തെ ഒരു മനപ്രയാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളും ക്ലിയറായി, അവരും ക്ലിയറായി, പഴയതുപോലെ ആ സ്നേഹബന്ധം തുടരും. പക്ഷേ കള്ളം പറഞ്ഞു എന്നുള്ളത് 1 മാസമോ 2 മാസമോ കഴിഞ്ഞ് അറിയുമ്പോൾ, എന്നാലും അന്ന് എന്നെ കണ്ടപ്പോൾ ഇത്രയും ഒരു കല്ല് വെച്ച നുണ നിങ്ങൾ പറഞ്ഞല്ലോ എന്നുള്ള ഒരു തോന്നൽ നമ്മളെ കാണുമ്പോഴൊക്കെ വരും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു കാരണവശാലും ഒന്നിനും കള്ളം പറയാത്തൊരു മനുഷ്യനായിരുന്നു സുഖേട്ടൻ. അപ്പം ഞാൻ എപ്പോഴും പറയും, അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്ത് കുഞ്ചാലമുട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ വീടാണ്, മരങ്ങളും ഒക്കെ ഉണ്ട്, 40 സെൻറ്റ് സ്ഥലം. അവിടെ വന്നപ്പോൾ ഞാനിതുപോലെ ഓണത്തിന് ഊഞ്ഞാലിടും. അപ്പോൾ ഞാൻ പറയും, എൻ്റെ ചേട്ടൻ അയ്യോ ഹരിപ്പാട്ട് ഊഞ്ഞാലിട്ട് കഴിഞ്ഞാൽ വലിയ മത്സരമാണ്, നിന്നോണ്ടാടി ഏറ്റവും പൊക്കത്തിൽ പോകുന്നത് ആര് എന്നൊക്കെ പറഞ്ഞ് അപ്പുറമൊക്കെ ഉള്ള ചില ചേട്ടൻ്റെ സുഹൃത്തുക്കൾ അപ്പുറത്തെ അമ്മച്ചിയുടെ മക്കളുമൊക്കെ ആയിട്ട് വരും. അങ്ങനെ ഞാൻ ഉണ്ടാക്കടവിൽ ഇതുപോലെ വലിയൊരു ഊഞ്ഞാലൊക്കെ ഇട്ട് അച്ഛനും മക്കളുമൊക്കെ. അപ്പോൾ ഓരോ ഓണത്തിനും എന്ത് തിരക്ക് പിടിച്ച ഷൂട്ടിംഗ് ആണെങ്കിലും കേരളത്തിലാണെങ്കിൽ സുഖേട്ടൻ വെളുപ്പിനെങ്കിലും തിരുവോണത്തിനെന്ന് വീട്ടിലെത്തും. അങ്ങനെ ഇരുന്ന് എനിക്ക് പീച്ചി ഡാമിലെങ്ങാണ്ട് കഥ ഇതുവരെ ഏതോ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന്, എനിക്ക് നല്ല പേര് ഓർമ്മയില്ല, വരാൻ പറ്റാതെ എന്തോ സോങ്ങോ പാട്ടോ എന്തോ ആണ്. അപ്പോൾ അന്ന് ഡാൻസ് മാഷും ഒക്കെ വന്ന് കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു, ഞാൻ വണ്ടി അയക്കും, ആ വണ്ടി കയറി നീ മക്കളും കൂടി ഇങ്ങ് വരാൻ പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം ഓണം ആഘോഷിക്കാൻ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് പോയി ഞങ്ങൾ നിന്നിട്ടുമുണ്ട്. അപ്പോൾ പറയും, അത് പിള്ളേരുമൊക്കെ ആയിട്ടത് ഞാനത് മുടക്കാത്തൊരു കാര്യമാണ്, പാവം അവന്മാർക്കൊരു സങ്കടം തോന്നണ്ട അച്ഛനില്ല ഓണത്തിനെന്ന്. അത് വലിയ വിഷമമാണ്. കാരണം മക്കളൊരു കാര്യം പറഞ്ഞിട്ട് അച്ഛൻ ഓണത്തിന് വരില്ലേ എന്ന് ചോദിക്കുമ്പം വരില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് മനസ്സ് വരില്ല. അത് നല്ല അത്രയും സ്നേഹമാണ് അവരോട്. അതുപോലെ തന്നെ അവരുടെ സ്കൂൾ ഡേ, സയൻസ് സ്കൂളിൽ പഠിക്കുമ്പോഴും അതെ, ആനുവൽ ഡേയും അതും ഇതൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് അദ്ദേഹം പറയും ഞാൻ വരാം എന്ന് പറയും. എന്തെങ്കിലുമൊക്കെ ഒരു സമയം ഒപ്പിച്ച് ഉച്ചയ്ക്ക് വന്ന് വൈകുന്നേരത്തെ സ്കൂൾ ഡേ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വെളുപ്പിനെ പോവുകയും ചെയ്യും. ഈ 2 കാര്യങ്ങളും മക്കൾ പറയുമ്പോൾ അങ്ങനെ കഴിയുന്നതും നോ പറയാറില്ല. അത് ചുമ്മാ വെറുതെ വരുന്നതല്ല, ഇതുപോലെ ആനുവൽ ഡേ അല്ലെങ്കിൽ പേരൻസ് വരേണ്ട ഒരു ദിവസം അങ്ങനെയൊക്കെയുള്ള സമയത്ത്, അല്ലെങ്കിൽ ഞാൻ വൈകിട്ടെത്തും എന്ന് പറയും, ഓണത്തിന് വരും. 2 പ്രാവശ്യം വരാൻ പറ്റിയില്ല. 2 പ്രാവശ്യം ഞാൻ അന്ന് രാജു കൊച്ചു കൈക്കുഞ്ഞ് പോലെ അത്രയേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ. അപ്പോൾ പണ്ട് ജനാർദ്ദനൻ കളിയാക്കും സഞ്ചരിക്കുന്ന വീടെന്ന്. കാരണം ഈ ഹോട്ടലിലൊക്കെ പോയി താമസിക്കുമ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കിടത്തി കുളിപ്പിക്കുന്ന റബ്ബർ ഷീറ്റ് വരെയായിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ ഡിക്കി കാണും. അങ്ങനെ 2 പ്രാവശ്യം പോയി അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട് ഓണത്തിന്. അപ്പം അദ്ദേഹവുമായിട്ടുള്ള ഒരു ഓണം എന്ന് പറയാനായിട്ട് ഓർമ്മയിൽ നിൽക്കുന്നത് ആദ്യത്തെ ഓണം, പിന്നെ ഈ പറഞ്ഞതുപോലെ മക്കൾ വന്നതിന് ശേഷം തെറ്റാതെ നമ്മൾ കൂടാറുള്ള ഓണം. ആ സന്തോഷമൊക്കെ അതറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ പറയാതെ അറിയാം. ഒരു കുടുംബത്തിൽ നമ്മൾ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ഗൃഹനാഥൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, വേണ്ടപ്പെട്ടവരും കേട്ട് അങ്ങനെ. അതുപോലെ എനിക്കൊരു ഭാഗ്യമുണ്ടായി എടപ്പാളിൽ സുഖേട്ടൻ്റെ വീട്ടിൽ. അന്ന് അച്ഛനും അമ്മയൊക്കെ എടപ്പാളിൽ താമസം. അപ്പോൾ കോഴിക്കോട് ഷൂട്ടിങ്ങാണ്. കലികയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് ആണോ അതോ അത് വേറെ ഏതോ 2-3 പ്രാവശ്യമാണ് ഞങ്ങളിങ്ങനെ അതുവഴി. കാരണം പോകുമ്പോൾ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ കുന്നംകുളം, ശങ്കരൻകുളം, എടപ്പാൾ വഴിയാണ് പോകുന്നത്. അപ്പോൾ എടപ്പാൾ ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ് വീട്, ശുഗപുരം. 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഓണത്തിന് 1 പ്രാവശ്യം അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അന്ന് അനിയത്തി അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു അനിയനും ഉണ്ടായിരുന്നില്ല, ഇളയ അനിയനുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് തന്നെയായിരുന്നു. 2 അനിയന്മാരും ഡോക്ടേഴ്സാണ്. അങ്ങനെ എടപ്പാളിൽ പോയിട്ട് 2 ഓണം. ഇതൊക്കെ നമുക്ക് ഒരു ജീവിതത്തിൽ എന്തെങ്കിലും എഴുതുമ്പോൾ പ്രത്യേകിച്ച് എഴുതേണ്ട ദിവസങ്ങളാണ്. കാരണം അതൊന്നും ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. അമ്മ വയ്യാതിരിക്കുകയാണ്, അമ്മയ്ക്കൊരു സ്ട്രോക്ക് കഴിഞ്ഞ് വലുതായിട്ട് യാത്ര ചെയ്യാൻ വയ്യ. വല്ലപ്പോഴുമൊക്കെ ഞങ്ങൾ പോയി കാണുന്നല്ലാതെ ഓണത്തിൻ്റെ അന്ന് അവിടെ പോകാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം അങ്ങനെ 2 പ്രാവശ്യം പോയി. അതുപോലെ തന്നെ സുഖേട്ടൻ്റെ അമ്മ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു 3 ദിവസത്തേക്ക് മുമ്പാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഒരു മാസം വന്നത് 10 ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഇരിയമ്മ എവിടെങ്ങും ആരുമില്ല, സുഖേട്ടനെന്നുണ്ട് ഊട്ടിയിലെങ്ങാണ്ട് ഷൂട്ടിങ്ങിന് അമ്മ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം പാചകത്തിനും പുറത്തെ പണിക്കുമൊക്കെ ജോലിക്കാരുമൊക്കെ ഉണ്ട്.
അമ്മ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വീടൊക്കെ കഴുകലും പിടിക്കലും ഒക്കെ ഉണ്ടപ്പോൾ അമ്മ ചോദിക്കുന്നു, ഇത്രയൊക്കെ ശുദ്ധവൃത്തിയൊക്കെ ഉണ്ടോ തെക്കോട്ടൊക്കെ? ഇതൊക്കെ സാധാരണ ഞങ്ങളുടെ നാട്ടിൽ. ഞാൻ പറഞ്ഞു, തെക്കോട്ടുണ്ടോ വടക്കോട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ അമ്മ അതൊക്കെ വലിയ നിർബന്ധമുള്ള കാര്യമാണ്. പൊങ്കാലയ്ക്ക് പോകുമ്പം വീടൊക്കെ കഴുകി അതിൻ്റെ തീർത്ഥമൊക്കെ തളിച്ച് പുതിയ സാരിയൊക്കെ കൊടുത്ത് ശുദ്ധവൃത്തിയായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ നേരത്ത് സുഖേട്ടൻ്റെ അമ്മ ഒരു വാചകം പറഞ്ഞു, ഓ സന്തോഷമായിട്ടിരിക്കുകയാണ് എൻ്റെ മല്ലികയെ. എൻ്റെ കുട്ടൻ എന്നാണ് സുഖേട്ടനെ വിളിക്കുന്നത്. കുട്ടനെ എൻ്റെ കൂടെ താമസിച്ച് ഇനിയിപ്പോൾ എന്തിനാ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നേ, ആറ്റുകാലമ്മയുടെ അടുത്ത് പറഞ്ഞോളൂ എന്നെ കൂടി അച്ഛൻ്റെ അടുത്തേക്ക്. അപ്പോൾ അച്ഛൻ മരിച്ച് ഏതാണ്ട് 1.5 കൊല്ലമായി. കൊണ്ടുപോകാൻ പറയുന്നു. ഞാൻ എന്തോ അമ്മയെ പറയുന്നത്, ഒരു വഴിക്ക് പോകാനിറങ്ങുമ്പോൾ എന്ന് പറഞ്ഞ് അങ്ങനെ അനിയൻ്റെ ഭാര്യയെ കൂട്ടിനേൽപ്പിച്ച് ഞാൻ പോന്നു. വലിയ അത്ഭുതം എന്ന് പറയാം, കാരണം അത്ര ഒരു ഭാഗ്യം ചെയ്തൊരു അമ്മയായിരുന്നു കേട്ടോ. പൊങ്കാല കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഉറങ്ങുക എന്ന് പറഞ്ഞിരിക്കുകയാണ് അനിയത്തി. പക്ഷേ ചെന്ന് നോക്കുമ്പോൾ അമ്മ മരിച്ചു കിടക്കുക. അതുപോലൊരു ഒരു ഒരു മരണം ഞാൻ അധികം കണ്ടിട്ടില്ല. കാരണം അപ്പോൾ അനിയത്തി പറഞ്ഞു, എന്തോ ഒരു കൂർക്കം വലിക്കുക എന്ന് വിചാരിച്ച് ചേച്ചി, എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ. അപ്പോൾ പ്രസാദം കൊണ്ടുവരുമ്പോൾ മല്ലിക പ്രസാദം കൊണ്ടുവരുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് കിടന്ന ഒരു അമ്മയാണ്. അപ്പോൾ അക്കൊല്ലത്തെ ഓണം പിന്നെ ഞങ്ങൾ ആഘോഷിച്ചില്ല. ഫെബ്രുവരി മാർച്ചിലെങ്ങാണ്ടായിരുന്നു ഒരു പൊങ്കാല. പിന്നെ വേണ്ട, അമ്മ മരിച്ചിട്ടൊരു 3-4 മാസമേ ഉള്ളൂ. പ്രത്യേകിച്ചും അമ്മയുടെ ആ പറച്ചിൽ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. പൊങ്കാല കഴിഞ്ഞ് പ്രസാദം കൊണ്ടുവരുമ്പോൾ മല്ലിക വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. എന്നിട്ട് പോകുന്ന നേരത്തെ എന്നോട് പറഞ്ഞു, നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ്, കുട്ടനുണ്ട് സുകുമാരൻ്റെ കൂടെ വന്ന് 10-15 ദിവസം നിന്നു, ഇപ്പോൾ അവനിപ്പോൾ ഷൂട്ടിങ്ങിന് പോയി വരട്ടെ. ഏതായാലും മല്ലിക ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലോട്ടൊക്കെ പോകുന്നതിലും ഭേദം ആറ്റുകാൽ അമ്മയടുത്ത് പറയുക, അമ്മയും കൂടെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയണമെന്ന് പറഞ്ഞ്. എനിക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അമ്മയെ വിളിച്ചിട്ട് അനങ്ങുന്നില്ല, കൂർക്കം വലിച്ച് ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ വിളിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഒക്കെ, അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അടുത്ത തൊട്ടപ്പുറത്താണ്, പൂജപ്പുര തന്നെയാണ്. ഓടി വന്നു ഞങ്ങൾ PRS ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ വിളിച്ചു. നോക്കുമ്പോൾ അമ്മ മരിച്ചിട്ടാണ്ട് 1 മണിക്കൂറായി. അങ്ങനെയൊക്കെ ചില ഒരു ഓണത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പം ചിലപ്പം വേണ്ട, ഓണം ആഘോഷിക്കേണ്ട എന്ന് തീരുമാനിച്ച ഇതുപോലെയുള്ള സംഭവങ്ങൾ. അച്ഛൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഇക്കൊല്ലത്തെ ഓണം നമുക്ക് പൊടി പിടിക്കണം എന്നും പറഞ്ഞ് ആരോ പറഞ്ഞാൽ ദൂഷനില മുറിച്ച് വെച്ചു, തുമ്പപ്പൂ ചോറ് വിളമ്പി, ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചു. പാട്ട് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന ഓണങ്ങളുണ്ട്. സുഖേട്ടൻ വരുമെന്നും പറഞ്ഞ്. പിന്നെ മക്കൾ ഇപ്പോൾ അവരൊക്കെ വളർന്ന് വലുതായി, കുടുംബമായി. എന്നാലും കഴിഞ്ഞ ഓണത്തിന് എല്ലാവരും കൂടി ഇവിടെ ആയിരുന്നു. ഇവിടെ തന്നെ സദ്യയൊക്കെ വെച്ച് മരുമക്കൾ വിളമ്പി ഞാനും മക്കളുമൊക്കെ ഇരുന്നു. പറ്റുന്ന സമയങ്ങളിലൊക്കെ ഈശ്വരനെ വിളിച്ചുകൊണ്ട് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കൂടാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പം മക്കൾ 2 പേരും തിരക്കാണ്. ഇപ്പോൾ ഈ പറയുന്ന ഇന്ദ്രന് പോലും വെബ് സീരീസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു തൃഷയുമായിട്ട് ഒരു നല്ല പേരാണ് ഇന്ദ്രൻ അതിനകത്ത്. പിന്നെ അതിപ്പോൾ ഏതോ പടം MT സാറിൻ്റെ 9 പടത്തിൽ ഒരെണ്ണത്തിൽ ഇന്ദ്രൻ, അത് ഇന്നലെ എൻ്റെ താരണ്ട് നന്നായിരിക്കുന്നു ഇന്ദ്രൻ്റെ ആ പടം. അപ്പോൾ അവനും വെബ് സീരീസും പടങ്ങളും ഇപ്പോൾ പിന്നെ ഏതാണ്ട് ഒരു ഹിന്ദി പടം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാമായിട്ട് തിരക്കില്ല. അപ്പോൾ ഈ ജോലി കളഞ്ഞ് ഓണം ആഘോഷിക്കാൻ വാ എന്ന് പറയുന്ന ഒരമ്മയല്ല ഞാനെന്നറിയാം. എങ്കിലും അവർക്കുള്ളിലുണ്ട്, അമ്മയ്ക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പിറന്നാളിന് ഓണത്തിനും ചെല്ലണമെന്ന്. അമ്മ പറയാത്തതാണ്, നമ്മൾ ഇത്രയും ദൂരെ ആയതുകൊണ്ട്. ഇപ്പോഴും രാജു എനിക്ക് തോന്നുന്നു ആ സമയത്തെങ്ങാണ്ട് ഗുജറാത്ത് സൈഡിലെങ്ങാണ്ട് കുറച്ച് പാച്ച് വർക്ക് എന്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ കേട്ടു. എനിക്ക് ഒന്നിനും ഒരു ഉറപ്പില്ല. അങ്ങനെ ഓണം പറയുമ്പോൾ ഞാൻ കൊച്ചിയിലെ ഓണത്തിന് അമ്മയുണ്ടാക്കിയ പലഹാരങ്ങൾ കഴിച്ച് തുമ്പപ്പൂവും പറിച്ച് മുക്കുറ്റിപ്പൂവും പറിച്ച് ഓടി നടന്ന കാലം മുതൽ എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഓണസദ്യ വിളമ്പുന്നിടം വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. കാരണം അത് നമ്മളിപ്പോൾ ഈ സമയത്ത് പറയാൻ കാര്യം ഓണമൊക്കെ വരികയല്ലേ ചേച്ചി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഓണത്തിൽ ഇത്തവണ അങ്ങ് തുടങ്ങിയതാണ്. കഥകൾ ഒരുപാടുണ്ട്. ഇതുപോലെ ഓരോ സമയത്തും നമുക്ക് പറയാനുള്ള കഥകൾ ഒരുപാടുണ്ട്. അത് ഒരു പക്ഷേ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ ഇവരെല്ലാം വളർന്നു വരുമ്പോൾ കൂടുതൽ കഥകളാണ് നമ്മുടെ മനസ്സിൽ. ഇന്നെൻ്റെ കൊച്ചുമക്കളൊക്കെ വലിയ കുഞ്ഞുങ്ങളായിപ്പോയി. പ്രാർത്ഥന കോളേജിലാണ്, നക്ഷത്ര 10th അതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു. അലങ്കൃത അവരെ ഇപ്പോൾ 4th സ്റ്റാൻഡേർഡായി. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ എല്ലാം മിടുക്കരായിട്ട് പഠിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട്. അല്ലാതുള്ള മറ്റ് പാടാനും പിയാനോ വായിക്കാനും ഗിറ്റാർ വായിക്കാനും എല്ലാവർക്കും അറിയാം. പിന്നെ എന്തായാലും കാണുമല്ലോ, അച്ഛൻ്റെയും അമ്മയുടെയും അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയൊക്കെ കൂടെ ഒരു രക്തത്തിലുള്ളതെല്ലാം കൂടെ കലർന്ന ഒരു ചെറിയ മിശ്രിതം ഇവരുടെയൊക്കെ രക്തത്തിൽ കാണും. അതുകൊണ്ട് തന്നെ ഈശ്വര എല്ലാവരും നല്ല ദീർഘായുസോടെ ആരോഗ്യത്തോടെയും ഒരുപാട് ഓണം ഉണ്ണാൻ
എൻ്റെ കുടുംബത്തിലെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഞാൻ പറയുകയാണ് നമ്മുടെ രാജ്യത്തും അത് ഒരുപാട് വിഷമങ്ങളൊന്നും വരുത്താതെ ഇപ്പം എന്തെല്ലാം ദുരിതങ്ങൾ നമ്മൾ കണ്ടു അല്ലേ, ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഒരാളെ സഹായിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇത് എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ട് സഹായിക്കാൻ പറ്റുമോ ഇമാതിരി നഷ്ടങ്ങൾക്ക്? ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്ത് കണ്ണു തുറക്കുമ്പോൾ ഇരുന്ന വീടുമില്ല, സ്ഥലവും ഇല്ല, ഒന്നുമില്ല, ഒരു തുണിക്ക് തുണി മാറാനുള്ള തുണിയില്ല. എന്ത് പറയാനാ? നമ്മൾ എന്തോന്നാണ് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത്? വാക്കുകൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. ചെയ്യാനുള്ള കാര്യങ്ങൾ മിണ്ടാതെ ചെയ്യുക അല്ലേ? എല്ലാ പുരാണങ്ങളിലും പറയുന്നുണ്ട് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്നാണ്. അപ്പോഴേ അതിൻ്റെ പുണ്യമുള്ളൂ. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ അവസാനം ചിലപ്പോൾ നമുക്കൊരു ഉത്തരം പറയേണ്ടി വരും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇനിയുള്ള ഓണങ്ങളെങ്കിലും നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ വയസ്സായി, അടുത്ത തലമുറയെങ്കിലും എനിക്ക് വലിയൊരു അപേക്ഷയുള്ളതാണ്. കാരണം ഒത്തിരി നേരം വെളുത്ത് പത്രങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ പലരും പറയും കുറച്ച് മീഡിയ എക്സാജറേറ്റ് ചെയ്ത് എഴുതും, കുറച്ച് അതിശയോക്തിയാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു പുകയുണ്ടെങ്കിലേ തീയുണ്ടെങ്കിലേ പുകയുള്ളൂ അല്ലേ? എന്തോ എവിടെയോ നടന്നിട്ട് തന്നെ ആയിരിക്കുമല്ലോ മാധ്യമങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ചെറുപ്പക്കാരുടെ ചില ക്രൂരമായ വിനോദം, അതുപോലെ തന്നെ പഠിക്കാനായിട്ട് കഷ്ടപ്പെട്ട അച്ഛനും അമ്മയും ഫീസൊക്കെ കൊടുത്തയക്കുന്ന മക്കൾ അതിൽ നിന്ന് മാറി എന്തിനൊക്കെ വേണ്ടി ഇവർ കിടന്ന് വെപ്രാളപ്പെടുന്നത്? റോഡിൽ കൂടെ പോകാൻ വയ്യ, ബസ്സിൽ കയറിയിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് നമ്മുടെ നാടിങ്ങനെ മാറുന്നതെന്നുള്ളത് എന്താണ് എല്ലാവരും ഗൗരവമായിട്ട് ചിന്തിക്കണത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ്. കാരണം അതിന് നിങ്ങളൊരു ഹൈപ്പവർ കമ്മിറ്റി എന്നോ എന്ത് പേര് വെച്ചാലും ശരി, കൊള്ളാം. പിന്നെ ഒരു കാര്യം, അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല കമ്മിറ്റികൾ സത്യസന്ധമായിട്ട് മറ്റ് ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരൊക്കെ വരുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കരുത് ദയവ് ചെയ്ത്. അത് നാട് നന്നാവാനാണ്. നമ്മളെയൊക്കെ തിരഞ്ഞെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരോടും എല്ലാ നാനാജാതി മതസ്ഥരോടും നമുക്കൊരു കടപ്പാടുണ്ടെന്ന് എല്ലാവരും വിചാരിക്കുക. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ മന്ത്രിസഭയിലും തന്നെ എത്രയോ പേര് വളരെ ആത്മാർത്ഥമാണ്. പക്ഷേ അത് അങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എന്തൊക്കെയോ തടസ്സം. അത് പാർട്ടിയിൽ നിന്നാണോ ജനങ്ങളിൽ നിന്നാണോ അതോ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നാണോ അതെനിക്കറിയില്ല കേട്ടോ. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, പഴയ കാലം അല്ലേ, മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിച്ച കാലം ആപത്തങ്ങ് ആർക്കും പോട്ടില്ലതാനും. ആപത്തില്ലാതെ ഐശ്വര്യവും അഭിവൃദ്ധിയും ദീർഘായുസ്സും ആരോഗ്യമൊക്കെയുള്ള സന്തോഷകരമായൊരു ജീവിതം ഓരോ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം, മക്കൾ ശ്രദ്ധിക്കണം, അയൽവക്കക്കാർ ശ്രദ്ധിക്കണം, സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതിൻ്റെയൊക്കെ ഒരു പുണ്യം കിട്ടുന്നത് അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ഒക്കെ തന്നെ ആയിരിക്കും. അത്രയുമേ എനിക്ക് പറയാനുള്ളൂ. പറയുമ്പോൾ പലതും പറഞ്ഞ് പഠിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് പല പാചക കസർത്തുകളും കാണിക്കുന്നവരുണ്ട് ഇവിടെ. പാവങ്ങൾക്ക് അറിയില്ല അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. അത് വീണ്ടും 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 ചിന്തിക്കുക. അതിന് രക്ഷകർത്താക്കൾ അവർക്ക് വേണ്ടത്ര ഒരു ഗൈഡൻസ് കൊടുക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഒപ്പം സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക.